KVS പണിയെടുക്കാൻ വന്നവർ അമേരിക്കയിൽ പണിയെടുക്കാൻ വന്നവർ പണിയെടുത്താൽ മതി, പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ പഠിച്ച് പോയാൽ മതി, അല്ലാതെ തെരുവിലിറങ്ങി ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ അവരെ നാട് കടത്തും എന്നൊരു തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ധീരോദാത്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയല്ലേ ഇത്? അല്ല, അനിൽനമ്പ്യാർ, ഈ വിഷയത്തെ വേറൊരു തലത്തിൽ കൂടി കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലീസ്. ഡോക്ടർ മോഹൻ വർഗീസ് ഈ പ്രശ്നത്തെ കണ്ടത് ഒരു വിദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നാൽ മതി, അവരുടെ ജോലി പഠിത്തമാണ്, മറ്റ് കാര്യങ്ങളിൽ അവർ ഏർപ്പെടേണ്ട, അങ്ങനെ ഏർപ്പെട്ടാൽ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതൊരു വസ്തുതാപരമായ നിരീക്ഷണം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു തലം അതിനുണ്ട്. ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാടുകളുണ്ട് ഭീകരവാദത്തിന് എതിരായിട്ടുള്ളത്. അത് അമേരിക്ക ഏതാണ്ട് ന്യൂയോർക്കിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായി എടുത്ത സമീപനം തന്നെയാണ്. പക്ഷേ അതിൽ വെള്ളം ചേർക്കാൻ കഴിഞ്ഞ 4 വർഷത്തെ ഭരണകൂടം ശ്രമിച്ചു എന്നതും നമ്മൾ കാണാതെ പോയിക്കൂടാ. ആ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ 4 വർഷത്തെ ട്രംപിന് മുമ്പുള്ള 4 വർഷത്തെ ബൈഡൻ്റെ കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ തെരുവീഥികളിൽ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് ഹമാസിന് വേണ്ടി മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ടി പോലും അവിടുത്തെ തെരുവീഥികളിൽ നടന്ന പ്രകടനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പും നടപടിയുമാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇതൊരു ഭീകര വിരുദ്ധ നീക്കമായിട്ട് വേണം നമ്മൾ നിരീക്ഷിക്കാൻ. മറ്റു വിദ്യാർത്ഥികളുടെ പഠനം, ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി നമ്മൾ ഹമാസിനെ കാണുന്നത്, അമേരിക്ക കാണുന്നത് പാലസ്തീൻ്റെ സംഘടനയായിട്ടല്ല, പാലസ്തീൻ്റെ ഭാഗമായിട്ടല്ല, ഹമാസിനെ ഒരു ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. അത് തന്നെയാണ് ഏതാണ്ട് ഇന്ത്യയുടെയും നിലപാട്. അതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ ട്രംപ് നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ ഏതൊരു മനുഷ്യ സ്നേഹിക്കും അംഗീകരിച്ചേ പറ്റൂ, അനുകൂലിച്ചേ പറ്റുള്ളൂ. ഈ ഭീകര പ്രസ്ഥാനങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇന്ത്യ പോലും അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ലേ? ഇന്ത്യയിലെ കലാശാലകളിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൻ്റെ ശക്തി കൂട്ടാൻ ചില ശ്രമങ്ങൾ നടന്നത് നമുക്കറിയാലോ. തുക്കടെ ഗാങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ വെട്ടിമുറിക്കണം, ഇന്ത്യയെ വിഭജിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി JNUവിലും ഡൽഹിയിലെ തെരുവീഥികളിലും ഒക്കെ ഉയർന്ന കേട്ട മുദ്രാവാക്യമുണ്ടല്ലോ. അത്തരം ശക്തികൾ ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലെ തെരുവീഥികളിലും ഉണ്ടായിരുന്നു. അവർക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇതൊരു നല്ല സൂചനയാണ്. അമേരിക്കയിൽ നിന്ന് കേൾക്കുന്ന ആ വാർത്ത ശുഭസൂചകമാണ്. അത് ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായിട്ട് മാറും എന്നതാണ് എൻ്റെ ഒരു ആദ്യത്തെ സൂചന.